പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്കുള്ള ഒരു പ്രവേശനം അത് ഇന്നുണ്ടാവുന്നതാണ് ഔദ്യോഗികമായിട്ടല്ലേ? അതെ. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് നടക്കും. അപ്പോൾ ലോക്സഭാംഗമായി മാറുന്നു പ്രിയങ്ക ഗാന്ധി. ഇന്ന് മുതൽ മഹാരാഷ്ട്രയിലെ നന്ദിയടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രവീന്ദ്ര വസന്തറാവു ചവാനും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന റിപ്പോർട്ട് കൂടിയുണ്ട്. അതെ, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും പാർലമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു, അതും കേരളത്തിൽ നിന്ന് വരുന്നു. കൂടുതൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്കായി തയ്യാറെടുക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിൽ ആവശ്യം പോലെ ആയുധങ്ങളുണ്ട്, പ്രത്യേകിച്ച് അദാനി വിഷയം. അപ്പോൾ സഭയുടെ ഇന്നത്തെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വയനാടിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളവും എല്ലാം തന്നെ നിർണായകമായ ഒരു ദിവസമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനം ഇന്നാണ് ഉണ്ടാകുക. പ്രിയങ്കയുടെ ജയം കഴിഞ്ഞു. അതിനുശേഷം ഔപചാരികമായി ലോക്സഭാംഗമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും പ്രിയങ്ക ഗാന്ധി. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ലോക്സഭയുടെ ചടങ്ങുകളിൽ ആദ്യ ഇനമായാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റൊരംഗം മഹാരാഷ്ട്രയിലെ നന്ദേഡ് സീറ്റിൽ നിന്നും വിജയിച്ച രവീന്ദ്ര വസന്തറാവു ചവാനും ഇന്ന് 11 മണിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഏറെക്കാലമായി കോൺഗ്രസ് രാഷ്ട്രീയം കാത്തിരുന്ന ഒന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം എന്നുള്ളത്. അവസാന നിമിഷം വരെ സസ്പെൻസ് തുടർന്ന ശേഷമാണ് വയനാട് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി തീരുമാനിച്ചതും തുടർന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് വയനാട്ടിലെ കേന്ദ്ര സഹായം എന്നുള്ളത് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും അനുഭാവപൂർവമായ ഒരു നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയമായിരിക്കും പ്രിയങ്ക ഗാന്ധി ആദ്യം സഭയിൽ ഉന്നയിക്കുക എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും പ്രിയങ്ക അത് ഉന്നയിക്കുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ ആയുധങ്ങൾ ഇത്തവണ ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ കൈവശമുണ്ട്. അതിൽ ഒന്ന് എന്നുള്ളത് അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണങ്ങൾ തന്നെയാണ്. ഇക്കാര്യത്തിൽ ചർച്ച വേണം എന്ന ആവശ്യം പാർലമെന്റിന്റെ കഴിഞ്ഞ 2 ദിവസത്തെ സമ്മേളനങ്ങളിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 2 ദിവസവും ഉണ്ടായത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി ഈ സഭയിൽ എത്തുന്ന ആദ്യ ദിനം തന്നെ ഈ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കുമോ സഭ എന്നുള്ളത് ഏറെ നിർണായക. എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് അതാണ്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തന്ത്രങ്ങൾ തീരുമാനിക്കുക. ഇന്ന് രാവിലെ 10 മണിക്ക് മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും ഒപ്പം 10:30 കോൺഗ്രസിന്റെ സഭാകക്ഷി യോഗം ചേരുന്നുണ്ട് പാർലമെന്റിൽ തന്നെ. ആ ഒരു യോഗത്തിലായിരിക്കും ഇന്ന് പ്രക്ഷുബ്ധമാക്കേണ്ടതുണ്ടോ സഭയെ, നടപടികൾ തടസ്സപ്പെടുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.